അങ്ങനെ ഇന്ന് ഞങ്ങൾ ലങ്കവിയോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് കോലാലംപൂരിലേക്ക് പോവാണ്. അതുകൊണ്ട് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മൾ നേരെ എയർപോർട്ടിലേക്ക് പോയി. അവിടുന്ന് നേരെ ഫ്ലൈറ്റ് കയറാൻ നടന്നുകൊണ്ടിരിക്കുക. കുറച്ച് ദൂരം നടന്നാണ് ഫ്ലൈറ്റ് കയറി പറ്റിയത്. ഈ ബാഗും വലിച്ചുകൊണ്ട് നടക്കാന്ന് പറഞ്ഞാൽ അത്ര സുഖമുള്ള കാര്യമൊന്നുമല്ലല്ലോ. അങ്ങനെ ഫ്ലൈറ്റിൽ കയറിപ്പോൾ ഉള്ളിൽ എന്തോ ഹോമം നടക്കണ എഫക്റ്റ് ആയിരുന്നു. ഇതിപ്പോ ആരാ ഇതിൻ്റെ ഉള്ളിൽ തീയിട്ട് എന്ന് ചോദിക്കേണ്ട അവസ്ഥയായിരുന്നു. ഇവിടുന്ന് നോക്കുമ്പോൾ നമ്മുടെ ഹോട്ടൽ കാണാൻ പറ്റാവോ? അങ്ങനെ കുറച്ചു നേരം നോക്കിയിരുന്ന് കണ്ണു കഴിച്ചപ്പോൾ ലങ്കാവിക്ക് ഒരു ഭയം പറഞ്ഞ് നമ്മൾ ഇതേ കോലാലംപൂരിൽ എത്തിപ്പോയി. ഇവിടുത്തെ എയർപോർട്ടിൽ പുറത്ത് കിടക്കുന്നത് അത്ര ഈസി ആയിരുന്നില്ല. ഇതിന്റെ എക്സിറ്റ് എവിടെയെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ തന്നെ കുറേ സമയം എടുത്തു. എയർപോർട്ടിൽ നമ്മൾ നേരെ പോകുന്നത് ബുക്കിറ്റ് ബിൻതാങ്ങിലുള്ള നമ്മുടെ ഹോട്ടലിലോട്ടാണ്. അങ്ങനെ നമ്മൾ ഹോട്ടലിലെത്തി. ഈ റൂം അത്യാവശ്യം വലിപ്പമുണ്ടെങ്കിലും ലങ്കാവിലെ റൂമാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. അവിടെ അവർ ഷാമ്പും ബ്രഷും പേസ്റ്റും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ അതൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ താമസിക്കുന്ന ഹോട്ടലിന്റെ തൊട്ടടുത്തായിരുന്നു ഫേമസ് ആയിട്ടുള്ള ബുക്കിറ്റ് ബിൻതാങ്ങിന്റെ ഫുഡ് സ്ട്രീറ്റ്. ഇതിപ്പോൾ ഉച്ച സമയമായതുകൊണ്ടാണ് ആരും കാണാത്തത്. അപ്പോൾ രാത്രി വരുമ്പോൾ നമുക്ക് ഇവിടുന്ന് വെറൈറ്റി ഫുഡൊക്കെ കഴിക്കാം. അങ്ങനെ കുറേ ദൂരം നടന്നാൽ നമ്മളൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ വന്നേക്കാണ്. ഇവിടെ കുറേ മലയാളം സോങ്സ് ഒക്കെ പ്ലേ ചെയ്യണ കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇവിടെ വർക്ക് ചെയ്യണ 2 മലയാളി ചേട്ടന്മാരെയും കണ്ടു. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തത് ബിരിയാണിയുടെ കുറേ വെറൈറ്റീസ് ആണ്. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ വയറും നിറഞ്ഞു, മനസ്സും നിറഞ്ഞു.